ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബീട്രൂട്ട് ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീട്രൂട്ട് ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കൂടുതൽ ചൂടാവണ്ട. അതിന് മുമ്പ് തന്നെ നമുക്കൊരു 4 വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളൊരു വലിയ ബീട്രൂട്ടാണ് ഇവിടെ എടുത്തത്. അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ടൊമാറ്റോ സോസ് ചേർത്തത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുറിച്ച് വെച്ച ചിക്കൻ, 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ചിക്കന് വെള്ളമൊക്കെ ഒട്ടും വെള്ളമില്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊരു 1/4 കപ്പ് നല്ല ചൂടുവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് ആയി. നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നോക്കിയിട്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ച ബീട്രൂട്ടും ചിക്കനും നമുക്കിതിലേക്ക് ഗ്രേവിയോട് കൂടെ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ 1 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് പൊടിച്ചു വെച്ച പെപ്പറും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് നീളത്തിൽ അരിഞ്ഞ സ്പ്രിംഗ് ഓണിയന് ഉള്ളിത്തണ്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഞാനിവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്തത്. ചപ്പാത്തി, പൊറോട്ട, റൊട്ടി എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.